രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനായി അയോധ്യയിലെത്തുന്നവർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. വിമാനത്താവള മാതൃകയിൽ തീർത്തിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ അയോധ്യാധാം എന്നാണ് അറിയപ്പെടുക. 3 നിലകളിലായുള്ള സ്റ്റേഷൻ കെട്ടിടത്തിൽ ഒരു നില മുഴുവൻ താമസ സൗകര്യം ഒരുക്കാനാണ് നീക്കിവച്ചിരിക്കുന്നത്. ഷോപ്പിംഗ് സെന്റർ, ഇൻഫന്റ് കെയർ സെന്റർ, അത്യാധുനിക ക്ലോക്ക് റൂമുകൾ തുടങ്ങി നിരവധി സജ്ജീകരണങ്ങളാണ് ഇവിടെയുള്ളത്. അയോധ്യ രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ജനുവരി 30-ന് അയോധ്യ വിമാനത്താവളവും തുറക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും രാജ്യത്തിന് സമർപ്പിക്കുക. വന്ദേ ഭാരതിന് ശേഷം ഇന്ത്യൻ റെയിൽവേ സാധാരണക്കാർക്കായി അവതരിപ്പിക്കുന്ന അമൃത് ഭാരത് അതിവേഗ സ്ലീപ്പർ ട്രെയിനുകളുടെ സർവീസ് ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അയോധ്യ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അയോധ്യ രാമക്ഷേത്ര മാതൃകയിൽ നവീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അയോധ്യ ധാം എന്ന പുതിയ പേരിലായിരിക്കും അറിയപ്പെടുക. യാത്രക്കാർക്കായി അത്യാധുനിക സൗകര്യങ്ങളാണ് അയോധ്യ ധാം സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. വിമാനത്താവള മാതൃകയിലാണ് സ്റ്റേഷനുള്ളത്. അയോധ്യ ജംഗ്ഷൻ സ്റ്റേഷന്റെ പേര് അയോധ്യ ധാം എന്നാക്കുമെങ്കിലും സ്റ്റേഷന്റെ കോഡിൽ മാറ്റം വരില്ല. AY എന്ന കോഡിൽ തന്നെയായിരിക്കും റിസർവേഷനും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാകേണ്ട കാര്യമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ശുപാർശ പരിഗണിച്ചാണ് പേരുമാറ്റം. 2 വർഷം കൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് എന്ന റൈറ്റ്സിനായിരുന്നു ചുമതല. റെയിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് റൈറ്റ്സ്. റെയിൽവേയുടെ വൻകിട നിർമ്മാണങ്ങൾ റൈറ്റ്സ് ആണ് നടത്തുന്നത്. രാജ്യത്ത് മറ്റു റെയിൽവേ സ്റ്റേഷനുകൾ സാധാരണമല്ലാത്ത അത്യാധുനിക സൗകര്യങ്ങളാണ് അയോധ്യാധാം സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ രാജ്യാന്തര നിലവാരത്തിൽ അമൃത് സ്റ്റേഷനുകളായി പുനർനിർമ്മിക്കുമ്പോൾ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ സൗകര്യങ്ങൾ അയോധ്യാധാമിൽ ഉണ്ടാകുമെന്ന് സാരം. 3 ഘട്ടങ്ങളിലായാണ് റെയിൽവേ സ്റ്റേഷൻ വികസനം പൂർത്തിയാക്കുക. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ആദ്യഘട്ടമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ശിശു പരിചരണ കേന്ദ്രമാണ് സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. കൊച്ചുകുട്ടികളുടെ ആരോഗ്യ പരിചരണത്തിന് മുഴുവൻ സമയ ഡോക്ടർമാരുടെ സേവനമടക്കം ഇവിടെ ഉറപ്പാക്കും. യാത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ വീഴ്ച മൂലമുള്ള പരിക്കുകളോ ഉണ്ടായാൽ വൈദ്യസഹായം തേടാനുള്ള സിക്ക് റൂമാണ് മറ്റു സജ്ജീകരണം. പാസഞ്ചർ ഫെസിലിറ്റീസ് ഡെസ്ക്, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ എന്നിവ പൂർണ്ണ സമയവും പ്രവർത്തിക്കും. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക കാര്യങ്ങൾ, സമീപത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും. 3 നിലകളിലായുള്ള സ്റ്റേഷന്റെ താഴത്തെ നിലയിലാണ് ഇവ രണ്ടും സജ്ജീകരിച്ചിരിക്കുന്നത്. അത്യാധുനിക ക്ലോക്ക് റൂം, കാത്തിരിപ്പ് കേന്ദ്രം, സ്റ്റെയർ കേസുകൾ, എസ്കലേറ്ററുകൾ, ലിഫ്റ്റുകൾ എന്നിവയും വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ നിലകളിലും ഫയർ എക്സിറ്റുകളുമുണ്ട്. സ്റ്റേഷനിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്ന വിശാലമായ കോൺകോഴ്സ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതായിരിക്കും. 3 ഘട്ടങ്ങളും പൂർത്തിയായി കഴിയുമ്പോൾ 7200 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ളതായിരിക്കും കോൺകോഴ്സ്. അയോധ്യയിലെത്തുന്നവർക്ക് ട്രെയിൻ ഇറങ്ങിയാൽ താമസ സൗകര്യത്തിനും പുറത്തു പോകേണ്ടി വരില്ല. 1-ാം നിലയിൽ വിവിധതരം ഡോർമെട്രികൾ ഒരുക്കിയിട്ടുണ്ട്. വിശ്രമമുറികളുമുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക ഡോർമെട്രികൾ ഉണ്ടാകും. AC മുറികളും സജ്ജീകരിച്ചിട്ടുണ്ട്. റെയിൽവേ ജീവനക്കാർക്കും പ്രത്യേകം സജ്ജീകരിച്ച വിശ്രമ താമസ സൗകര്യങ്ങൾ സ്റ്റേഷനിൽ തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 1-ാം നിലയിൽ തന്നെ ഫുഡ് പ്ലാസയും വെയിറ്റിംഗ് ഹാളും ഉണ്ടായിരിക്കും. ശൗചാലയങ്ങളും ഇവിടെ തന്നെയാണ്. യാത്രക്കാർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്ന ചെറിയൊരു ഷോപ്പിംഗ് സെന്ററും ഇവിടെ ഉണ്ടാകും. താമസ സംവിധാനങ്ങളിലും ശൗചാലയങ്ങളിലും ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. രാമക്ഷേത്ര മാതൃകയിൽ തന്നെയാണ് റെയിൽവേ അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും. ക്ഷേത്രത്തിനായി ശിലകളെത്തിച്ച രാജസ്ഥാനിലെ ഭരത്പൂരിലുള്ള ബാൻസി പഹർപൂരിൽ നിന്നുള്ള ശിലകളാണ് സ്റ്റേഷന്റെയും വിമാനത്താവളത്തിന്റെയും നിർമ്മാണത്തിലും ഉപയോഗിച്ചത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളിൽ നിന്നും അയോധ്യാധാമിലേക്ക് നേരിട്ട് സർവീസ് ഉണ്ടാകും. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് എത്തുന്നവർക്കായി 1000 സർവീസുകൾ നടത്തും. ഡൽഹി ആനന്ദ് വിഹാറിൽ നിന്ന് പ്രത്യേക വന്ദേ ഭാരത് സർവീസുകളും നടത്തും. 100 ദിവസം ഈ സർവീസുകൾ തുടരും. മിക്ക സർവീസുകളും അതിനുശേഷവും ഉണ്ടാകുമെന്നാണ് റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. മുംബൈ, ചെന്നൈ, ബംഗളൂരു, പൂനെ, കൊൽക്കത്ത, നാഗ്പൂർ, ലക്നൗ, ജമ്മു എന്നിവിടങ്ങളിൽ നിന്നായിരിക്കും ഭൂരിഭാഗം സർവീസുകളും.
സംഘമായെത്തുന്ന വിശ്വാസികൾക്കായി ചാർട്ടർ ചെയ്ത ട്രെയിനുകളും റെയിൽവേ അനുവദിക്കും. വന്ദേ ഭാരത് എക്സ്പ്രസുകൾ അയോധ്യയിലേക്ക് കൂടുതൽ ഓടിക്കാനാണ് റെയിൽവേ പദ്ധതിയിട്ടിരിക്കുന്നത്. 1000-ലേറെ ട്രെയിനുകളിലായി ദശലക്ഷക്കണക്കിന് വിശ്വാസികളായിരിക്കും അയോധ്യ റെയിൽവേ സ്റ്റേഷനിലെത്തുക. യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ റെയിൽവേ ജീവനക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാപ്പകൽ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളിലാണ്.